ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നൊരു മേക്ക് ഓവർ ചെയ്യാൻ പോകണം. ഞാൻ ഭയങ്കര സ്വെറ്റി ആയിട്ട് വൃത്തിയായിട്ടായിട്ട് കണ്ടോ മൊത്തം വൃത്തിയായിട്ടിരിക്കണം. മുടിയൊക്കെ ഒന്നും ഷാമ്പു ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഇന്നൊരു എലഗൻ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. നമ്മളൊരു നൈസ് പേർപ്പിൾ ഡ്രസ്സാണ് ഇടാൻ പോകുന്നത്. അതാണ് ഇത് ഞാൻ ടോട്ടലി മൊത്തത്തിൽ കാണിക്കുന്നില്ല, അത് പിന്നത്തേക്ക് വെച്ചേക്കുവാണ്. അപ്പം നമ്മൾ ആദ്യം ഡ്രസ്സ് മാറ്റണം. അപ്പം ഇതാണ് നമ്മളുടെ ഒരു എലഗൻ്റ് ആയിട്ടുള്ളൊരു ഫ്രോക്കാണ്. അപ്പം നമ്മളിതിട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോണ മേക്കപ്പാണ്. ഞാനധികം മേക്കപ്പ് ഇടാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മേക്കപ്പേ ഇടാറില്ല. ഇന്ന് കുറച്ച് പൗഡർ എടുത്ത് താഴത്ത് സ്പ്രേ ചെയ്തിട്ട് സാധാരണ പോലെ ഒരു ബോ വെച്ചിട്ട് ദെൻ അപ്പോൾ എന്ന് കാണാൻ ഇപ്പോൾ പ്രേതത്തിനെ പോലെ ഉണ്ട്. അതിന് വേണോ നമ്മൾ ബ്ലഷായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ മൊത്തം ബ്ലെൻഡ് ചെയ്ത് ഇപ്പം നല്ല വൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഐലൈനർ ഇടാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഐലൈനർ. ഓക്കെ, അപ്പം നമ്മൾ ഐലൈനറൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി ചെറുതായിട്ടൊരു ബ്ലഷ് ഇടാം. എനിക്ക് ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ബ്ലഷ് തീർന്നു പോയി. അപ്പം നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ലിപ്സ്റ്റിക്ക്. അപ്പം നമ്മളുടെ ബ്ലഷൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇത് എത്രയ്ക്കും കാണാൻ പറ്റുന്ന ഞാൻ ലൈറ്റായിട്ടാണ് ഇട്ട്. പിന്നെ അതേ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് ലിപ്സ്റ്റിക്ക് വിടാം. അപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യണം. ഹെയർ സ്റ്റൈൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് എനിക്ക് റെഡി ആകണം. അപ്പോൾ നമ്മൾ അത്രയ്ക്കും ഫാൻസി ആയിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ കണ്ടുപിടിച്ചിട്ട് വരാം. യു ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ സെർച്ച് ചെയ്തിട്ട് നമുക്ക് ക്ലിപ്പ് വയ്ക്കാം. ഇതും ഈ ക്ലിപ്പ് കൊണ്ട് നമുക്ക് വെച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ റിസൾട്ട്. ഞാനിപ്പോൾ നല്ല ഭംഗിയൊക്കെ ചെയ്യാം. അപ്പോൾ ഗൈസ്, സീ യു അറ്റ് ദ നെക്സ്റ്റ് വീഡിയോ.